ഫെമിന, സത്യം പറഞ്ഞ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് രണ്ടാക്കും തലക്കുവല്ല ഭ്രാന്തുണ്ടോ എന്നല്ലേ വിചാരിക്കുള്ളൂ. വിചാരിക്കാം. USA കമ്പനിയിൽ നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബാംഗ്ലൂർ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനി, നല്ല അത്യാവശ്യം മോശമില്ലാത്ത അതൊക്കെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മള് സ്വന്തം കാര്യം ഹെൽത്ത് ഒക്കെ നോക്കി വരുമ്പോ എനിക്ക് തോന്നുന്നു നന്നായി അത് വിട്ടേച്ചെന്ന്. ചൂടെ എനിക്ക് ലൈഫില് എനിക്ക് വേണ്ടി ഒരു മീ ടൈം കണ്ടെത്താനും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും ഒക്കെ പറ്റിയത് എനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പ്രൊഫഷൻ വിട്ടതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം. ഇതുവരെ കുട്ടികളെയൊക്കെ കളിച്ച് അങ്ങനെ ഒരുപാട് കോഴ്സ് എടുത്ത് അതെടുത്ത് ഇതെടുത്ത് ഇനി എനിക്ക് ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഒരു ഇതിലൊരു കൃത്യമായ റൂട്ട് ഉണ്ട്. പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സെൽഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവില്ലേ? അതുണ്ടാവും, എന്തായാലും എക്സാക്ട്ലി ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ലൈഫിലൊന്ന് ഫ്രീ ആവാൻ പറ്റുന്ന ഒരു ജോബ് ചൂസ് ചെയ്യുക, അതിലേക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ആഗ്രഹം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കിട്ടുമെന്ന് അങ്ങനെ ആരാ പറഞ്ഞോ? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കിട്ടുമെന്ന് എനിക്ക് തന്നെ ഞാൻ റിസർച്ച് ചെയ്തെടുത്ത് ഒരു സെക്ടറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം വെച്ചാൽ അതിൽ തന്നെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്രൊഫഷൻ ഇനി വേണമെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു സൈഡിലൂടെ നമുക്ക് ഇതും ചെയ്യാം. എനിക്ക് വേറെ ഏതെങ്കിലും എൻ്റെ എനിക്കെന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കുറച്ച് ത്വര കൂടുതലുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ അത് നീണ്ടു പോകും. ഭ്രാന്ത് തന്നെയാണ് ആക്ച്വലി. അതെ, അക്കാര്യത്തിൽ ഭ്രാന്തൻ. സ്ഥലത്ത് നിൽക്കാനുള്ള പ്ലാനൊന്നുമില്ല. ചെയ്ത സ്വഭാവം പണ്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തുണ്ടായിരുന്നു, ഇത് തന്നെ എടുക്കാനുള്ള. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് തന്നെ വളരെ ഞാൻ ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള വേറൊരു പ്രൊഫഷൻ ഇല്ല. കാരണം വെച്ചാൽ കോഴ്സ് പലതും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തന്നെ തോന്നി ഇത് നല്ലൊരു ഇനിയെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആവണം എന്ന് എനിക്ക് തോന്നിയതും ഞാൻ ചൂസ് ചെയ്തതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം എന്ന് വെച്ചാൽ അതെ, ഫൈനലി അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ പഠിക്കാനിരിക്കുന്നു. പക്ഷേ പഠിച്ചെടുത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നതേ ഇപ്പൊ പൊതുവെ നമ്മള് ഗേൾസിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഓൺട്രപ്രണറായി മാറുക. പഠിച്ചിട്ട് അങ്ങനെ വല്ല പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓൺട്രപ്രണർ ആവണം, അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യണം. എല്ലാ മേഖലയിലും ഒരു കൈ വെക്കണം. ഒരു ചതിയല്ലേ? എനിക്ക് ഓണർഷിപ്പിന്റെ ഒരു ഓണ്ടർപ്രണർ ആവാന്നൊരു പ്ലാൻ ഉണ്ട്. ജെസ്സിനെ വല്ല തിരികൊളുത്തി ചാടിച്ചല്ലേ അവിടുന്ന്. എനിക്ക് നല്ലൊരു പരിപാടി. അവനും ഹെക്ടിക് ആയിട്ട് തോന്നി. എനിക്ക് തന്നെ ഞാൻ അതേ അവനോട് പറയായിരുന്നു, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുള്ളത് കൊണ്ട്, മൈഗ്രന്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇതില് രണ്ട് ലൊക്കേഷൻ. അവൻ ചെന്നൈ, ഞാൻ ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കുന്നു എനിക്ക് അധിക കാലം ഇതിൽ നിൽക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും അടുത്ത പരിപാടി പിടിക്കണമെന്ന് ഞാൻ അവനോട് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവന് കുഴപ്പമില്ലായിരുന്നു, അവൻ ആദ്യം ഓക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് ആദ്യം കയറി ഒരു 2-3 മാസം കാഷ്വൽ ടോക്കിൽ വരുന്നതാണല്ലോ, എങ്ങനെയുണ്ട് ജോബ്, ഓക്കെ ആണോ, സെറ്റ് ആണോ? അപ്പോൾ പറയും ഭയങ്കര ഷോക്കാണ്, എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല, അടുത്ത പരിപാടി പിടിക്കാൻ ടൈം ആയിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞു അവൻ എന്നോട് ചോദിക്കും, ഞാനതിന് ആൻസർ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ മെല്ലെ ഇറങ്ങാനുള്ള ഒരു തീരുമാനമൊക്കെ ആയി. ഒരു വർഷം പിന്നെ നാട്ടിലെത്തി. ഞാൻ എത്തിയതിൻ്റെ ശേഷം കേട്ടോ അവന് ഇട്ടതും. അപ്പോൾ അവന് വേറെ ബിസിനസ്സും കാര്യങ്ങളും, അവൻ്റെ ഫാമിലി ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതും കൊണ്ട് അവൻ എന്തായാലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ആ ജോബ് കണ്ടിന്യൂ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അവനില്ല. പക്ഷെ എന്റെ കേസിൽ വെച്ചാല് ഞാൻ വളരെ സ്റ്റക്ക് ആയിരുന്നു ആ ടൈമിൽ. കുറച്ചുകൂടെ സീരിയസ് കുറച്ചുകൂടെ പ്രായമായി വരുന്നൊരു സിറ്റുവേഷൻ ആണല്ലോ. അതെ, കേക്കണ്ട. പക്ഷെ ഇനിയിപ്പോ അവനെക്കാട്ടിലും പ്രായ കൂടുതലുണ്ട് എനിക്ക്, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അതുപോലെ തന്നെ സെറ്റ് ആവണം. ഇനിയിപ്പോൾ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം. ഇതുവരെ കുട്ടികളെയൊക്കെ കളിച്ച് അങ്ങനെ ഒരുപാട് കോഴ്സ് എടുത്ത് അതെടുത്ത് ഇതെടുത്ത് ഇനി എനിക്ക് ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഒരു ഇതിലൊരു കൃത്യമായ റൂട്ട് ഉണ്ട്. പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സെൽഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിലൊക്കെ ആയി. അതാണ് ഇപ്പോൾ ഒരു പ്ലാൻ. ഇനിയിപ്പോൾ
നമ്മൾ നോക്കാം, ഫ്യൂച്ചറിൽ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ക്യാമ്പസ് ലൈഫ്? ക്യാമ്പസ് ലൈഫ് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഇപ്പോൾ ബിസിനസ് പാർക്ക് എന്ന് വെച്ചാൽ അത്രയും എല്ലാവരും പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസും ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആവുന്നുണ്ട് കേട്ടോ അവിടെ. അല്ലാണ്ട് അങ്ങോട്ട് ഒരു സഫോക്കേറ്റഡ് ആയിട്ടുള്ള ആംബിയൻസ് ഒന്നുമല്ല. വർക്ക് ആംബിയൻസ് ആണെങ്കിലും പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രീ ആണ്. എന്താണ് ഹൈലൈറ്റില് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ബിസിനസ്, വെറൈറ്റി ഓഫ് ബിസിനസ് നമുക്ക് കാണാൻ പറ്റും. അത് അവർ റൺ ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോ കേട്ടറിവല്ലാണ്ട് നമുക്ക് തന്നെ ഒന്ന് ശരിക്കും നമ്മള് പറയാറുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് കേൾക്കുന്നത് ബിസിനസ് ആണ്, നമ്മൾ ശ്വസിക്കുന്ന വായു പോലും റെഡിക്കും. അത് തന്നെ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി തന്നെ അതാണ് റെഡിക്കും. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെ, അവരെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് തന്നെ നമുക്ക് ഇവിടെ കേൾക്കാനുണ്ട്. എടാ നമുക്കൊരു പരിപാടി തുടങ്ങണം. ഇത് തന്നെയാണ് കംപ്ലീറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ ആളുകൾ ഇൻസ്പയർഡ് ആവാനുള്ള ഒരു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫ്രണ്ട് സോണിൽ കയറിയാൽ പോലും ഇതന്നെ ടോക്കുള്ളൂ. എടാ നമുക്ക് ഈ പരിപാടി പിടിച്ചാലോ ആ പരിപാടി പിടിച്ചാലോ, ആ ഒരു ഇതിലേക്ക് ഫുള്ളി നമ്മുടെ എല്ലാ നേരവും ബിസിനസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക്. അതൊരു നല്ലൊരു പോസിറ്റീവ് ആണ് ശരിക്കും ഹൈലൈറ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കുമ്പോൾ. അത് എനിക്കും തോന്നുന്നു വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടും പിന്നെ ഇങ്ങനെ ഏതാണ് നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് എല്ലാ തരത്തിലും വർക്ക് ആംബിയൻസ് ആണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും തന്നെ ഇവിടെ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നു. കൂടുതലുള്ള ആളുകളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് തോന്നിയില്ല നിങ്ങളുടെ ബാച്ചിന്. അതിലെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു കൈകടത്തൽ അതിലുണ്ട്. കാരണം നിങ്ങൾ ഇതിൽ ഇങ്ങനെ ഇരുന്ന് കുത്തി വരച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു കൾച്ചറിലേക്ക് എനിക്ക് തോന്നുന്നത് അവരെയും കൂടെ അങ്ങ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ പാസീവായിട്ട് നടന്ന ഒരു പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അവരായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല. കാരണം വെച്ചാൽ അവർക്കും തോന്നി ഇതിൽ കുറച്ച് ഇരുന്ന കാര്യം ഉണ്ടാവും എന്നുള്ളൊരു ഫീല് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കാം സംഭവിച്ചത്, നമുക്കറിയില്ല എന്താണ്. പക്ഷെ ഓക്കെയാണ്, സെറ്റാണ്, ടീം സെറ്റാണ്. നമുക്ക് ഞങ്ങളിപ്പോൾ ബാച്ചിൽ 10 ആൾക്കാരെന്ന് വെച്ചാൽ 10 ആൾക്കാർ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസൻറ്റേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ നമ്മളിപ്പോൾ ഫ്രീ ടൈമിലാണെങ്കിലും ഇപ്പോൾ ടീച്ചേഴ്സിനോടാണെങ്കിൽ ഞങ്ങൾ ഒരു വൈബിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് വളരെ സന്തോഷമുണ്ട്, ഞാൻ ഒരിക്കലും പറയില്ല. വളരെ സങ്കടം. അതെ പോയി, അടിപൊളി ട്രിപ്പായിരുന്നു. ഒരു 2 ദിവസം മാത്രമാണെങ്കിൽ ഒരു 4 ദിവസം ആയിരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ജാസിനോട് പറഞ്ഞിരുന്നു കുറച്ചുകൂടെ നീളം ഒരു 1 വീക്ക് ട്രിപ്പൊക്കെ പോകണം, 10 ആൾ കൂടെ സെറ്റായിട്ട്. അപ്പോൾ അത്രയും നല്ല എക്സൈറ്റ് ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ 3 മാസത്തിൽ ഇവിടെ വന്നതിനുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് തന്നെ ആ ഒരു സംഗതിയൊക്കെ ഇവിടുന്ന് മാറിയല്ലോ, ശരിക്കും എനിക്കും തോന്നുന്നു അങ്ങനെയാണ്. ഇപ്പോൾ ലൈഫ് ആകെ സെറ്റ് ആയി. എന്താണ് ഡയറക്ട്ലി ഒരു ജോബിലേക്ക് പോകാനാണോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനിയും പഠിക്കാനുണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സ്ഥലം മാത്രമാണ് കവർ ചെയ്തത്, മറ്റ് സ്ഥലത്തേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ലിമിറ്റേഷൻസ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇനിയും പഠിക്കാണ്ട് അതിനാദ്യം നമ്മൾ എന്തായാലും ഒരു ജോബ് ചെയ്യണം, ഒരു വർക്ക് സ്പേസിൽ ചെയ്തുകൊണ്ടിരിക്കണം, കാണണം. അങ്ങനെ അതിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ നടത്തിയിട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിനനുസരിച്ചിരിക്കും നമുക്ക് ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യണം. നമ്മളായിട്ട് സ്വന്തമായിട്ട് ഒരു എൻ്റർപ്രനർ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണമെങ്കിൽ പഠിച്ചാൽ പുസ്തകത്തിലുള്ള മാത്രം പഠിച്ചാൽ പോരാ, വർക്ക് സ്പേസിലിരുന്ന് പഠിക്കണം, പിന്നെ അല്ലാത്ത മെന്റേഴ്സിൻ്റെ അടുത്തുനിന്ന് പഠിക്കണം. അങ്ങനെ നമ്മൾ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ജോലിക്ക് ഇറങ്ങുന്ന ഒരു സമയം നിങ്ങളിപ്പോൾ ഓൾറെഡി നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയിലൊക്കെ വർക്ക് ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ആസ് എ ഡിസ്മാർക്കറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സാലറി ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോബിൽ എത്ര സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറിനോട്
അതിനെ കൊണ്ട് നമുക്ക് ആ ഒരു എന്തിനാണെങ്കിലും കിട്ടുന്ന എമൗണ്ടിൽ നമുക്കൊരു എൻജോയ്മെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടണ്ടേ. ആ ഒരു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 25,000 അവിടെ കിട്ടുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തത്, അവിടെ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീ വേറെ പോവും, പിന്നെ ഭക്ഷണത്തിന് വെച്ചാൽ അത് വേറെ പോവും. അങ്ങനെ വെക്കുമ്പോൾ നാട്ടിൽ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ കയ്യിൽ കുറച്ച് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി എന്താണ് നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അബ്രോഡ് പോകണം, നല്ല ഓപ്പർച്യൂണിറ്റീസ് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടേക്കൊക്കെ നമ്മൾ കയറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോൾ ഉള്ളൊരു ഇത് ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു.